വന്ദേ മുകുന്ദ ഹരേ ജയ സന്ദാബഹാരി മുരാരേ ദ്വാരക ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെ വിട്ടേ. അപ്പോൾ ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വവും ദൈവത്തെ കൊട്ടിപ്പാടുക, ഈ പ്രകൃതിയോട് ചേർന്ന് ദൈവത്തോട് ദേവാലയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു പാടാനാണ് ഈ വാദ്യം ഞാൻ ഉപകരിക്കുന്നത്. അപ്പോൾ കലാകാരന്മാരെ ഒരു പക്ഷേ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളവരാണ്. അത് ഏത് കലയാണെങ്കിലും, അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, കലയുപാസിക്കുന്നവർക്ക് ഒരു മതമേ ഉള്ളൂ, അത് മാനവികതയാണ്, മനുഷ്യമതമാണ്. അല്ലാതെ വേറെ റിലീജിയൻ്റെ ലേബിൽ അവരെ താറടിച്ച് കാണിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. നമസ്കാരം. ഇന്ന് നമ്മൾ കടുമാങ്ങ ടോക്കിൽ പരിചയപ്പെടുന്നത് വളരെയേറെ സവിശേഷമായ ഒരു വ്യക്തിത്വത്തെയാണ്. അതായത് ഇടയ്ക്ക കൊട്ടിപ്പാടുന്ന ഒരു ക്രിസ്തീയ പുരോഹിതൻ ഫാദർ റോയ് വടക്കനാണ് ആ വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക വിശേഷങ്ങളിലേക്കും അതുപോലെ തന്നെ പുരോഹിത വിശേഷങ്ങളിലേക്കുമാണ് ഇന്ന് നമ്മൾ പോകുന്നത്. എനിക്ക് വാദ്യങ്ങൾ പൊതുവേ താല്പര്യമാണ്. കുട്ടിക്കാലം മുതലേ നമുക്കറിയാം, നമ്മൾ തൃശ്ശൂർകാരാണ്. തൃശ്ശൂർകാരെ ഒരുപക്ഷെ വാദ്യങ്ങളുടെ ആഘോഷക്കാരാണ്. കുട്ടിക്കാലം മുതലേ ഞാൻ ജനിച്ചത് ഇവിടെ തൃശ്ശൂരുള്ള ഏനാമാവ് എന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ്. അപ്പോൾ അമ്പലങ്ങളിലും അതുപോലെ തന്നെ പള്ളികളിലും ഒക്കെ ഒരുപാട് വാദ്യങ്ങൾ വായിക്കുന്നത് കാണുമ്പോൾ കുട്ടിക്കാലം മുതലേ താല്പര്യമുണ്ട് വാദ്യങ്ങളോട്. പിന്നെ പതുക്കെ തബല, മദ്ദളം, ചെണ്ട ഇങ്ങനെയുള്ള വാദ്യങ്ങൾ പതുക്കെ പഠിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് സെമിനാരി ജീവിതത്തിലെ കോങ്കോ ഡ്രംസൊക്കെ വായിക്കുമായിരുന്നു. പിന്നീട് ഞാൻ ചെറുതുരുത്തി കലാമണ്ഡലത്തിനടുത്ത് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാനായിട്ടും പിന്നെ ഞാൻ ഡയറക്ടറൊക്കെ ആയിട്ട് സേവനം ചെയ്യുന്ന കാലത്താണ് വാദ്യങ്ങളിൽ ശ്രേഷ്ഠമായ ഈ കൊട്ടുവാദ്യം പഠിക്കാനായിട്ട് ആലോചന വന്നത്. കാരണം വാദ്യകലകളിലെ ദൈവത്തിൻ്റെ ഉണർത്തുപാട്ടായിട്ട് കൊട്ടിപ്പാടുന്നതാണ് ശ്രീകോവിലുകളിലെ ഭാരത കൺസെപ്റ്റ് അനുസരിച്ച് ഇടയ്ക്ക. അത് കൊട്ടുപാട്ടാണ്. വായ്പാട്ടിനോടൊപ്പം കൊട്ടി ദൈവത്തെ ഉണർത്തുക എന്നുള്ള സങ്കല്പമാണ്. ഭാരതീയ സങ്കല്പത്തിലെ പുരോഹിതരെന്ന് പറയുന്നത് ദൈവവിചാരവുമായിട്ട് നടക്കുന്ന ആളുകളാണ്. ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അതുതന്നെയാണ് ക്രൈസ്തവ സങ്കല്പവും. ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് പുരോഹിതർ. അതുകൊണ്ടാണ് പഴയ ആധാരം എഴുത്തുകാരെ ഞങ്ങൾ ക്രൈസ്തവ പുരോഹിതരുടെ ജോലിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ എഴുതി വയ്ക്കും, ദൈവവിചാരമാണ് ക്രൈസ്തവ പുരോഹിതരുടെ ജോലി. അപ്പോൾ ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്വവും ദൈവത്തെ കൊട്ടിപ്പാടുക, ഈ പ്രകൃതിയോട് ചേർന്ന് ദൈവത്തോട് ദേവാലയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു പാടാനാണ് ഈ വാദ്യം ഞാൻ ഉപകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വാദ്യകലയെ പ്രത്യേകിച്ച് പഠിക്കാൻ കലാമണ്ഡലത്തിനടുത്ത് ആയിരിക്കുമ്പോൾ ഞരളത്ത് ഹരിഗോവിന്ദേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ആ ഹരിയേട്ടനാണ് എന്നെ പെരിങ്ങോട് മണികണ്ഠാശാൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട് അവർ രണ്ടുപേരും കൂടിയാണ് എന്നെ ഗൈഡ് ചെയ്ത് ഞാനിത് പഠിക്കാനിട വന്നത്. ഒരു സാധാരണ അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണം. അപ്പം ഒരു ക്രിസ്തീയ പുരോഹിതനായ അങ്ങ് ഈ ഇടയ്ക്ക ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്തായിരുന്നു ശരിക്കും ഈ സമൂഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു? സമൂഹത്തിൻ്റെ പ്രതികരണം പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടൊന്നും അങ്ങനെ വന്നിട്ടില്ല. ശരിയാണ്, കുറേ പേര് ഇതൊരു കോമാളിത്തരാണെന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഞങ്ങളുടെ വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകൾ കത്തോലിക്കരുടെ ആധികാരികമായിട്ടുള്ള ചില ഡോക്യുമെൻറ്റേഷൻസാണ്. നന്മയെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. എവിടെ നന്മയുണ്ടോ അത് ദൈവത്തിൻ്റെ അംശമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഭാരതത്തിലെ ക്രൈസ്തവർ ജീവിക്കുമ്പോൾ ഭാരതീയമായിട്ടുള്ള ഒരുപാട് സാംസ്കാരിക അനുരൂപണങ്ങൾ ക്രിസ്ത്യമതത്തിലുണ്ട്. നമ്മൾ പഴയ പള്ളികളെടുത്ത് നോക്കിയാൽ പള്ളികൾ ഉപയോഗിക്കുന്ന പല വാദ്യങ്ങൾ തീർച്ചയായിട്ടും ഓരോ നാട്ടിലും വരുമ്പോൾ ആ നാട്ടിലെ നന്മകളോട് കൂടെ ചേർന്നാണ് ക്രൈസ്തവ മതം വളർന്നിട്ടുള്ളത്. അതിന് സംശയങ്ങളൊന്നുമില്ല. കാരണം ക്രൈസ്തവ മതം ആത്യന്തികമായി സ്നേഹത്തിൻ്റെ മതമാണ്, നന്മയുടെ മതമാണ്. അതുകൊണ്ട് തന്നെ നന്മ എവിടെയുണ്ടോ അതൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല എന്നുള്ളതാണ് സഭയുടെ ഔദ്യോഗികമായ പഠനങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് സഭാതലത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ അറിവില്ലാത്ത ചിലപ്പോൾ ഇതൊക്കെ ഒരു അതിർവരമ്പുകൾക്കപ്പുറത്ത് നിർത്തുന്നൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് അതിർവരമ്പുകൾ കൂടുകയാണ് മതങ്ങളുടെ ഇടയിൽ. മതമെന്ന വാക്കിൻ്റെ ഇംഗ്ലീഷിൻ്റെ വാക്ക് റിലീജിയൻ എന്നാണ്. റിലീജിയൻ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ റിലേജരെ, ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. മതം മനുഷ്യനെ അടുപ്പിക്കുകയാണ് വേണ്ടത്, അകറ്റുകയല്ല. ഇന്ന് എന്തുകൊണ്ടോ മതങ്ങൾ പലരെയും അകറ്റുന്ന ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട്. തെറ്റാണ്.
എല്ലാ മതങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക എന്തിനു വേണ്ടിയിട്ടാണ്? ആ ദൈവത്തിലേക്കുള്ള വഴിയാണ്. മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് മതങ്ങൾ. അതുതന്നെയാണ് കലകളും ചെയ്യുന്നത്. എല്ലാ കലകളും മനുഷ്യന് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. സന്തോഷം ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ ഗുണമാണ്. അപ്പോൾ കലാകാരന്മാരെ ഒരു പക്ഷേ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ളവരാണ്. അത് ഏത് കലയാണെങ്കിലും, അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, കലയുപാസിക്കുന്നവർക്ക് ഒരു മതമേ ഉള്ളൂ, അത് മാനവികതയാണ്, മനുഷ്യമതമാണ്. അല്ലാതെ വേറെ റിലീജിയൻ്റെ ലേബിൽ അവരെ താറടിച്ച് കാണിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. പിന്നെ ഈ കല അഭ്യസിച്ചതിന് ശേഷം എന്തെങ്കിലും പുതിയ രീതിയിലുള്ള തോന്നലുകൾ തീർച്ചയായിട്ടും കലകൾ അഭ്യസിക്കും തോറും നമ്മൾ കുറച്ചും കൂടെ സാത്വികരായിട്ട് മാറും. നമ്മളുള്ള വിദ്വേഷം, വെറുപ്പ്, അങ്ങനെയുള്ള പല മൃഗീയമായിട്ടുള്ള ഭാവങ്ങളും കുറയും. അതെനിക്ക് പണ്ട് തൊട്ട് തോന്നാറുണ്ട്. ഓരോ കലകൾ അഭ്യസിക്കുമ്പോൾ നമ്മളിൽ കുറേയും കൂടെ ആ ദൈവിക ഭാവം ഉണരുന്നതായിട്ട്, പ്രത്യേകിച്ച് ഇടയ്ക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വന്നത് നമ്മൾ കുറേയും കൂടെയൊക്കെ ഒരു സ്ഥിതപ്രജ്ഞനായിട്ട് മാറുകയാണ്. ഇന്ത്യൻ ഫിലോസഫി സ്ഥിതപ്രജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാത്വികമായിട്ടുള്ള ഭാവമാണ്. ഒത്തിരി സന്തോഷവും ഇല്ല, ഒത്തിരി ദുഃഖവും ഇല്ല. കാരണം കുറേയും കൂടെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിട്ട് തോന്നാറുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ കലാകാരന്മാരുടെ ഭാവം അതാണ്. കാരണം നല്ല കലകൾ പഠിച്ചു വരുമ്പോൾ അവർ കുറേ കൂടെ നല്ല മനുഷ്യരായിട്ട് മാറും. ഇന്നത്തെ കാലത്ത് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ആ മാതാപിതാക്കളോടും പറയാനുള്ളത് എനിക്കാണ്, നല്ല കലകളെ കുട്ടികൾ അഭ്യസിപ്പിക്കുക. കുറച്ചും കൂടെ നല്ല മനുഷ്യന്മാരായിട്ട് കുട്ടികൾ വളരും. കലകൾ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും മനുഷ്യത്വം വിടില്ല. അവർ മനുഷ്യത്വമുള്ളവരായിരിക്കും. കാരണം കലകൾ ആത്യന്തികമായി ദൈവത്തിൻ്റെ വലിയ കയ്യൊപ്പുകളാണ്. ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനേ, അകതാരിലുണർവിൻ്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ, അകതാരധാരിതെ പരമേൽക്കുവാനായി അകതാരമൊഴുകി വരൂ. അച്ഛൻ്റെ കുട്ടിക്കാലം, അതുപോലെ ജനിച്ചത്, അങ്ങനെയുള്ള അച്ഛനമ്മ, ഇവരെ പറ്റിയിട്ടൊന്നും പറയുന്നു. ഞാൻ ജനിച്ചത് ഏനാമാവ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഴയ മലബാറിൻ്റെ അവസാനമാണ്, ആ ഒരു എക്കാണ് ഏനാമാവ്. അത് കഴിഞ്ഞ് ഏനാമ പുഴ, അത് കഴിഞ്ഞ് കൊച്ചി രാജ്യം തുടങ്ങുകയാണ്. ഒരു വശം മുഴുവൻ പാടശേഖരങ്ങൾ, ഒരു വശം പുഴ, അങ്ങനെയുള്ള ഗ്രാമത്തിലാണ് ജനിച്ചത്. ഞങ്ങൾ 7 മക്കളാണുള്ളത്. അപ്പൻ, അമ്മ, അപ്പൻ വടക്കൻ ഇട്ടൂപ്പ്, അമ്മ മർഗിളി, 3 ചേട്ടന്മാർ, 3 ചേച്ചിമാരുടെ ഇളയ അനിയനായിട്ടാണ് ജനിച്ചത്. എൻ്റെ കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസം മുഴുവൻ ഏനാമാവ് സെൻറ്റ് ജോസഫ് സ്കൂളിലാണ്. അതിനുശേഷം ഞാൻ സെമിനാരി ചേരാനുള്ള ആഗ്രഹം കൊണ്ട്, അച്ഛനുള്ള ആഗ്രഹം കൊണ്ട് തൃശ്ശൂർ വന്നു. പിന്നീട് അങ്ങോട്ട് 10 വർഷം തൃശ്ശൂരും കോട്ടയത്തുമായിട്ട് എൻ്റെ വൈദിക പരിശീലനമൊക്കെ നടത്തി. ഞാൻ ഡിഗ്രിയും അതോടൊപ്പം തന്നെ PDC ഒക്കെ കഴിഞ്ഞ് അച്ഛനായി. അവിടുത്തെ കോഴ്സുകളൊക്കെ കഴിഞ്ഞ് അച്ഛനായി. പിന്നീട് ഞാൻ 1 കൊല്ലം ഒളരിക്കര ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ MBA പഠിക്കാനായി ബാംഗ്ലൂർ ക്രൈസ്റ്റിലേക്ക് പോയി. ഒപ്പം നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ലോ ബിരുദവും എടുത്തു. അത് രണ്ടും കഴിഞ്ഞ് കുറച്ച് നാൾ ഡെൽ ഇൻ്റർനാഷണൽ കമ്പ്യൂട്ടേഴ്സിൽ വർക്ക് ചെയ്തു. എന്നോട് പുറത്ത് വിദേശങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് അവർ പറഞ്ഞു. ഞാൻ വേണ്ടാന്നും പറഞ്ഞ് തിരിച്ച് ഞാൻ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലേക്ക് എൻ്റെ കരിയറുമായിട്ട് വന്നു. അവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ടറായിട്ട് ഹോസ്പിറ്റൽ സെക്ടറിൻ്റെ മൊത്തം അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ സേവനം ആരംഭിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നോട് പിതാവ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവിടെ 12 കൊല്ലം സേവനം അനുഷ്ഠിച്ചു. ഇപ്പോൾ അവിടുത്തെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. പ്ലസ് കപ്പലപ്പള്ളിയിലെ തൃശ്ശൂരുള്ള ലോകത്തുള്ള ഒരു മോഡലാണ് കപ്പലപ്പള്ളി. നിങ്ങൾക്ക് പരിചയമുള്ള പള്ളിയാണ്. ആ കപ്പലപ്പള്ളിയിലെ വികാരിയായിട്ട്, ഒപ്പം ഇവിടെ 3 സ്കൂളുകളുണ്ട്, അതിൻ്റെ മാനേജറായിട്ട് സേവനം ചെയ്യുന്നു. ഇതാണ് ഷോർട്ടായിട്ട് എൻ്റെ ഒരു പ്രൊഫൈല്. ഒപ്പം ഞാൻ നാഷണൽ ബാസ്കറ്റ്ബോളിൻ്റെ റഫറിയാണ്. ബാസ്കറ്റ്ബോളിൻ്റെ ഒഫീഷ്യൽ റഫറിയാണ്. കേരള ബാസ്കറ്റ്ബോളിൻ്റെ റഫറി കമ്മീഷൻ മെമ്പറാണ്. അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസായിട്ട് കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്.